മലപ്പുറത്ത് എന്താണ് CPM LDF പ്രതീക്ഷിക്കുന്നത്? ജില്ലയിൽ LDF 2 സീറ്റിൽ ഒതുങ്ങുമെന്ന വിലയിരുത്തലിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അങ്ങനെ പാർട്ടി കണക്കുകൾ പരിശോധിക്കുമ്പോൾ മന്ത്രി വി അബ്ദുറഹ്മാന് വിജയം ഉറപ്പില്ല എന്നാണ്. തിരൂരിൽ നടന്ന ശക്തമായ പോരാട്ടമാണ്. താനൂർ സീറ്റ് നഷ്ടമാകും, തവനൂരും പൊന്നാനിയും നിലനിർത്തും എന്നും കൂടി വരികയാണ്. രാഹുൽ KV ഉണ്ട്. രാഹുൽ, എങ്ങനെയാണ് പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്നും ബൂത്ത് ലെവലിൽ നിന്നുള്ള വിവരങ്ങൾ തേടുമ്പോൾ പാർട്ടി കണക്കുകൂട്ടുന്നത്? രാഹുൽ, പ്രതീക്ഷ ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് CPM ഏതായാലും ഒരു വിലയിരുത്തലിലേക്ക് പോയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 3 സീറ്റുകൾ ലഭിച്ചെങ്കിൽ ഇത്തവണ ഒന്നും കൂടെ നഷ്ടപ്പെട്ട് 2ലേക്ക് ചുരുങ്ങും എന്നാണ് CPMന്റെ വിലയിരുത്തൽ. അതായത് താനൂർ സീറ്റാണ് നഷ്ടപ്പെടുക. താനൂരിൽ നിന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് ഇത്തവണ മണ്ഡലം മാറി മത്സരിച്ചതാണ്. അപ്പോൾ താനൂർ സീറ്റ് നഷ്ടമാകും. ഒപ്പം തിരൂരിൽ വി അബ്ദുറഹ്മാന് ജയമുറപ്പില്ലെന്നുകൂടിയാണ് CPM പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത്. തിരൂരിൽ അത്രയും ശക്തമായ മത്സരമാണ് സിറ്റിംഗ് MLA കുറുക്കോളി മൊയ്തീൻ എതിരെ നടന്നിട്ടുള്ളതെന്നാണ് CPM വിലയിരുത്തുന്നത്. ഏതായാലും ജയിക്കുമെന്ന CPM കണക്കുകൂട്ടുന്ന വിലയിരുത്തുന്ന മണ്ഡലങ്ങൾ തവനൂരും പൊന്നാനിയുമാണ്. തവനൂരിൽ KT ജലീലിന് മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അവിടെ വലിയ മോശമല്ലാത്ത 3000 വരെയുള്ള ഭൂരിപക്ഷത്തിൽ നിലനിർത്താൻ കഴിയുമെന്ന് CPM കണക്കുകൂട്ടുകയാണ്. പൊന്നാനിയിൽ 7000 വരെ ഉള്ള ഭൂരിപക്ഷത്തിന് നിലനിർത്താൻ കഴിയും എന്നുകൂടിയാണ് CPMന്റെ ഒരു ഈ പ്രാഥമികമായ വിലയിരുത്തൽ വരുന്നതും. ഒപ്പം തന്നെയാണ് ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളായ വേങ്ങര, കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറിയതാണ്. വേങ്ങരയിൽ KM ഷാജി മത്സരിക്കുന്നു. അവിടെയും ഏറനാട് മങ്കടയിലും CPMന് നില മെച്ചപ്പെടുത്താൻ കഴിയും എന്നുകൂടിയാണ് പ്രാഥമികമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്ക് വന്നിട്ടുള്ളത്. എന്തുതന്നെയായാലും 2 സീറ്റിലേക്ക് CPM LDF ചുരുങ്ങിപ്പോകുമെന്നാണ് ഒരു കണക്ക്. ഒപ്പം തന്നെ മുസ്ലിം ലീഗ് ക്യാമ്പിൽ നിന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ കണക്കുകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മലപ്പുറത്ത് മത്സരിച്ച എല്ലാ സീറ്റുകളിലും ജയിക്കാൻ കഴിയും, അതായത് തിരൂർ ഉൾപ്പെടെ എല്ലാ സീറ്റുകളിലും ജയിക്കാൻ കഴിയുമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. ഒപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട്, കോഴിക്കോട് നിന്ന് സൗത്ത്, തിരുവമ്പാടി, കുന്നമംഗലം, കുറ്റ്യാടി ഉൾപ്പെടെ താനൂർ, കളമശ്ശേരി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ, ഒരു കണക്ക് കൂടിയാണ് മുസ്ലിം ലീഗ് ക്യാമ്പിൽ നിന്ന് വരുന്നത്. പേരാമ്പ്രയിൽ നമ്മൾ നേരത്തെ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ഫാത്തിമ തഹലിയ LDF കൺവീനർക്കെതിരെ മത്സരിച്ച പേരാമ്പ്രയിലും ഒപ്പം ഗുരുവായൂരിലും അതിശക്തമായ പോരാട്ടമാണ് നടന്നത് എന്നുകൂടിയാണ് മുസ്ലിം ലീഗ് ക്യാമ്പിൽ നിന്ന് അവർ ഓരോ കണക്കും ഏകീകരിച്ച് ക്രോഡീകരിച്ച് വിലയിരുത്തുന്നത്. പ്രതീക്ഷ.